Hello students. So in this video we are going to discuss about a new concept which is obviously related with indifference curve and consumer equilibrium. The term is known as budget line. Any wild guesses over what is budget line? You might have heard about budget and line is also a familiar term. Any guesses? Okay, so budget line which is also known as budget constraint. Budget line nammal budget constraint ennu parayum. Exhibits all the combination of two commodities that a customer can manage to afford at the provided market price and within the particular earning degree. എന്താ മനസ്സിലായത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസിനെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എങ്ങനെയാണ് ഒരു നിശ്ചിത സംഖ്യ എൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ എത്ര കാശാണോ ഉള്ളത് ആ കാശ് വെച്ചിട്ട് ഞാൻ നമ്മളെപ്പോഴും പറയാറില്ലേ ഈ ഇൻഡിഫറൻസ് കർവും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് കമ്മോഡിറ്റീസ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷനും ക്രിറ്റിസിസം ഒക്കെ ആയിട്ടുള്ളത്. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നമ്മൾ ഈ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനിലും ഒക്കെ എല്ലാത്തിലും നമ്മൾ അസ്യൂം ചെയ്യുന്നത് രണ്ട് കമ്മോഡിറ്റീസ്, രണ്ട് ഇൻപുട്സ് ഉണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ അടുത്തുള്ള ഗിവൻ എമൗണ്ട് ഓഫ് മണി വെച്ചിട്ട് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് റേറ്റിൽ രണ്ട് സാധനങ്ങൾക്കും വേണ്ടി പ്രൈസ് ഉണ്ടാവും. എന്തൊക്കെ കോമ്പിനേഷൻസിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് പറയുന്നതാണ്, അതിനെ എക്സിബിറ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. The budget line is a graphical delineation of all feasible combinations of two commodities that can be bought with provided income and cost so that the price of each of these combinations is equivalent to the monetary earnings of the customer. ഏത് കോമ്പിനേഷൻസിൽ പോയാലും നമ്മുടെ അടുത്തുള്ള ഇൻകം അല്ലേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ +2 ഐസോകോണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ടും വിൽ പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ അതേപോലെ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് കോമ്പിനേഷൻസ് വിച്ച് ഗിവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അത് വേണമെങ്കിൽ എക്സ് യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി എ ആൻഡ് വൈ യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി ബി ആവാം, അതല്ലെങ്കിൽ നേരെ തിരിച്ചാവാം. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് എമൗണ്ടിൽ ആ എമൗണ്ട് വിൽ ബി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എന്തൊക്കെ കോമ്പിനേഷൻസ് ഓഫ് ടു കമോഡിറ്റീസ് വാങ്ങിക്കാം, നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ സ്ലോപ്പ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോലെ ഇങ്ങനെ കോൺവെക്സ് ഒന്നും അല്ലാണ്ടാവുക, സ്ട്രെയിറ്റ് ലൈനാണ്. ആൻഡ് ദാറ്റ് ബെൻഡ് ഡൗൺവേർഡ്സ് and includes all potential combinations of two commodities which a consumer can purchase at market value by assigning his or her entire salary. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയി എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്നുള്ളത് അല്ലേ. ഇനി രണ്ട് ബേസിക് എലമെൻറ്റ്സ് ആണ് ബഡ്ജറ്റ് ലൈൻ ഉള്ളത്. എന്തൊക്കെയായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു. ഒന്ന്, കൺസ്യൂമറുടെ പർച്ചേസിങ് പവർ, എത്ര ഇൻകമാണ് എൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉള്ളത്, അതാണ് ഒരു എലമെൻറ്റ്. രണ്ടാമത്തത്, നമ്മൾ വാങ്ങിക്കുന്ന കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിൽ ആ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ എക്സിസ്റ്റിംഗ് പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ എലമെൻറ്റ്. അങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ആണ് നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ ഉള്ളത്. ഓക്കെ, ഈ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്ലെയിൻ ബഡ്ജറ്റ് ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് m = px × qx + py × qy. അപ്പോൾ എന്താണ് പി എക്സ് എന്ന് പറയുന്നത് was the cost of the product x and qx is the quantity of product x. അപ്പോൾ m എന്ന് പറയുന്നത് എന്താണ്? m = cost of product x into quantity of product x. എത്ര റേറ്റിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കുന്നു ഓഫ് എക്സ് എന്ന് പറയുന്ന ഗുഡിൻ്റെ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റീൻ്റെ പ്ലസ് P of y is a cost of product y and qy is a quantity of product y. അപ്പോൾ ഒരു കൺസ്യൂമറുടെ ഇൻകം എം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കൺസ്യൂമർ ഇൻകം ആണ്. m = cost of product x into quantity of product x plus cost of product y plus quantity of product y. ഇതാണ് ബഡ്ജറ്റ് ലൈൻ സിംപ്ലി സ്പീക്കിംഗ്. ഇനി നമ്മൾ
ഒരു എക്സാമ്പിളിലേക്ക് പോവാണ്, ഒരു ഇലസ്ട്രേഷൻ ആണ്. രാധ ഹാസ് ₹50 ടു ബൈ എ ബിസ്ക്കറ്റ്. 50 രൂപയാണ് രാധയുടെ കയ്യിലുള്ളത്. ആൻഡ് ഷീ ഹാസ് ഫ്യൂ ഓപ്ഷൻസ് ടു അലോക്കേറ്റ് ഹർ ഇൻകം സോ ദാറ്റ് ഷീ റിസീവ്സ് മാക്സിമം യൂട്ടിലിറ്റി ഫ്രം എ ലിമിറ്റഡ് സാലറി. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു ലിമിറ്റഡ് അലോക്കേഷൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഓപ്ഷൻസ് ഇങ്ങനെയാണ്. അയാൾക്ക് വേണമെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാം. അപ്പോൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? മൊത്തം പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 10 പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നു. അതിൻ്റെ വില 5 രൂപയാണ് പാക്കറ്റിന്. അപ്പോൾ 50 രൂപ അയാൾക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കോമ്പിനേഷനാണ് ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റും വിച്ച് ഇസ് വർത്ത് ₹10 ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാം. അപ്പോൾ 8 into 5 എന്ന് പറയുന്നതും, അപ്പോൾ 10 into 1 plus 8 into 5 40 plus 10 50 അങ്ങനെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു 6 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇൻ വിച്ച് ഷീ ക്യാൻ സ്പെൻഡ് ഹർ ₹50 ഇൻ ദീസ് 2 commodities. ഇതാണ് ബഡ്ജറ്റ് ഷെഡ്യൂളായിട്ട് തന്നിട്ടുള്ളത്. ഇതിനെ to get an appropriate budget line, the above budget schedule can be outlined on a graph. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് ഒട്ടും ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കാതെ, ഓക്കെ, അയാൾ 10 രൂപയ്ക്ക് 10 പാക്കറ്റ് മൊത്തം അയാൾ പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ഇങ്ങനെയായിരുന്നു നമ്മുടെ ഷെഡ്യൂള്, ഞാൻ മറന്നുപോയി. ഓക്കെ, തീരെ ക്രീം ബിസ്ക്കറ്റ് 0 ക്രീം ബിസ്ക്കറ്റ് ആവുന്ന സമയത്ത് പ്ലെയിൻ ബിസ്ക്കറ്റ് 10 ആണ്. 1 ആവുന്ന സമയത്ത് ക്രീം ബിസ്ക്കറ്റ് 1 ആവുന്ന സമയത്ത് നമ്മുടെ പ്ലെയിൻ ബിസ്ക്കറ്റ് 8 ആണ്. ഓക്കെ, ബട്ട് ഐ തിങ്ക് 10 8 ഇത് ഡയഗ്രത്തിൻ്റെ അകത്തെ ഇത് പ്ലെയിൻ ബിസ്ക്കറ്റും ഇത് ക്രീം ബിസ്ക്കറ്റുമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് അത് ഡയഗ്രാം ശരിയാവുന്നത്. ഇപ്പോൾ 0 ക്രീം ബിസ്ക്കറ്റിൻ്റെ സമയത്ത് 10 യൂണിറ്റ് പ്ലെയിൻ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നു. ഇതൊന്ന് റീഡ് ചെയ്യണം. ദിസ് ഈസ് പ്ലെയിൻ ബിസ്ക്കറ്റ് ഓൺ y ആക്സിസ് ആൻഡ് ക്രീം ബിസ്ക്കറ്റ് ഓൺ x ആക്സിസ്. ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ആ ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ദെൻ ഇതിൻ്റെ ബേസിസ്, കുറച്ച് അസംഷൻസിൻ്റെ ബേസിസിലാണ് ഈ ബഡ്ജറ്റ് ലൈൻ ഉള്ളത്. എന്താണ് ഫസ്റ്റ് അസംഷൻ? നമുക്കൊക്കെ അറിയാം അല്ലേ, 2 കമ്മോഡിറ്റീസേ ഉള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. The economist assumes that the customer spends the income to purchase only 2 products. രണ്ടാമത്തത് income of the consumers. The buyer's income is limited and it's designated to buy only 2 products. ബയറുടെ ഇൻകം ലിമിറ്റഡ് ആണ്, അതായത് ആ 50 രൂപയിൽ നിന്ന് മാറണില്ല, ഫിക്സഡ് ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ 2 പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ അസംഷൻ. And then market price, it remains constant. അപ്പോൾ കോസ്റ്റ് ഓഫ് ഈച്ച് കമ്മോഡിറ്റി ഈസ് നോൺ ടു ദ കസ്റ്റമർ. അറിയും വേണം, ക്രീം ബിസ്ക്കറ്റിന് 10 ആണ്, പ്ലെയിൻ ബിസ്ക്കറ്റിന് 5 ആണ് എന്നൊക്കെ അറിയണം. ഓക്കെ, ആൻഡ് ദ എക്സ്പെൻസ് ഇസ് സിമിലർ ടു ഇൻകം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കസ്റ്റമർ സ്പെൻഡ്സ് ആൻഡ് കൺസ്യൂംസ് ദ ഹോൾ ഇൻകം. അതുകൊണ്ട് അയാളുടെ കയ്യിലുള്ള കാശ് എത്രയെന്ന് അറിയാം, ആ കാശ് മൊത്തമായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ അസംഷൻസ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഇനി ഇതിനകത്ത് ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവാം. എപ്പോഴാണ് ഷിഫ്റ്റ് ഉണ്ടാവുക ബഡ്ജറ്റ് ലൈനിൽ? ഒന്നുകിൽ പ്രൈസ് ചേഞ്ച് വേണം, അപ്പോഴാണ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? ഒരു 2 പ്രോഡക്റ്റിനെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം കുറഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ പ്രോഡക്റ്റ് നമുക്ക് കൂടുതലായിട്ട്, ആ പ്രോഡക്റ്റിൻ്റെ ബൈയിങ് പൊട്ടൻഷ്യൽ കൂടുതലായി എന്നാണ്. അതേപോലെ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം പ്രൈസ് കൂടിയെന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 കൂടുമ്പോഴും 2 കുറയുമ്പോഴുള്ള സിറ്റുവേഷൻ അല്ല പറയണത്. ഒന്ന് കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് മറ്റത് കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ. അപ്പോഴാണ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ദാറ്റ് ക്യാൻ ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, അല്ലെങ്കിൽ പിന്നെ ഈ ഷിഫ്റ്റ് ഉണ്ടാവുക ഷിഫ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 2 എലമെൻസേ ഉള്ളൂ ഇതിനകത്ത്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമറും. ഈ 2 എലമെൻസേ ഉള്ളൂ. അപ്പോൾ ഈ 2 എലമെൻസിലും ചേഞ്ചസ് വരുന്ന സമയത്താണ് ഇതിനകത്ത് ഷിഫ്റ്റ് ഉണ്ടാവുക. ചേഞ്ച് ഇൻ ഇൻകം മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് which leads to a change in budget line.
അപ്പോൾ ഹൈ ഇൻകം മീൻസ് ഹൈ പർച്ചേസിങ് പോസിബിലിറ്റി ആൻഡ് ലോ ഇൻകം മീൻസ് ലോ പർച്ചേസിങ് പോസിബിലിറ്റി, മേക്കിംഗ് ദ ബഡ്ജറ്റ് ലൈൻ ടു ഷിഫ്റ്റ്. അപ്പോൾ കൂടുതലാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, കുറവാണെങ്കിൽ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതോടെ നമുക്ക് ആ കോൺസെപ്റ്റ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാലാണ് നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്തു പറയുമ്പം കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കെ പറയുന്ന സമയത്ത്. താങ്ക് യു.